കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളെ എണ്ണുകയാണെങ്കിൽ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സ്ഥാനം എന്നുള്ളത് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പുതിയ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTയുടെ അപ്രൂവലോട് കൂടിയാണ് ഈ 2 കോഴ്സുകളും ആഡ് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, അതായത് AI ആൻഡ് DS എന്നുള്ള ഒരു കോഴ്സും ഇതിൽ 60 സീറ്റ് ഉണ്ടാകും. അതോടൊപ്പം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്ന കോഴ്സും ഇതിലും 60 സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 കോഴ്സിൻ്റെയും പ്രത്യേകത എന്നുള്ളത് TCSുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് കോഴ്സുകൾ നൽകുന്നത്. നമുക്കറിയാം TCS എന്നുള്ളത് ടോപ്പ് 5 ഇന്ത്യൻ MNCകളിൽ എണ്ണാൻ പറ്റുന്ന ഒരു വൻ കമ്പനി തന്നെയാണ്. ഈ TCSൽ നിന്നുള്ള എക്സ്പേർട്സും കോഴ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വരും എന്നുള്ളതും ഈ കോഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതോടൊപ്പം ഇന്റേൺഷിപ്സ് നൽകാനുള്ള ഓപ്പർച്യൂണിറ്റിയും TCS നൽകുന്നുണ്ട്. ജോലി ലഭിക്കാനുള്ള സാഹചര്യവും TCS നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ്. മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഡാറ്റ അനാലിസിസ്, അതോടൊപ്പം ടെക്നോളജി മാനേജ്മെന്റ് സബ്ജക്റ്റുകളാണ് നമുക്ക് ഈ കോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപോലെ TCSും എഞ്ചിനീയറിംഗ് കോളേജുമായിട്ടുള്ള കൊളാബറേഷൻ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡിൽ മാത്രമല്ല, മറിച്ച് മുമ്പും കോളേജുകളിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെയിൻ യൂണിവേഴ്സിറ്റി, SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, SIRT ഭോപ്പാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ TCS കൊളാബറേറ്റ് ചെയ്ത് AI, DS, BS പോലുള്ള കോഴ്സുകൾ നൽകുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇതോടുകൂടി LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡിലെ 8 ബാച്ചുകളിലേക്ക് 600 സീറ്റ്സാണ് എഞ്ചിനീയറിംഗിന് വേണ്ടി അടുത്ത അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെ കാത്തു നിൽക്കുന്നത്.